ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് പൈനാപ്പിൾ കേസരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കിസ്മസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ തന്നെ ആ നെയ്യിൽ ഒരു അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് നമുക്ക് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാം. അതാ നമ്മുടെ റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കതിനായിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതും ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവിടെ നന്നായിട്ട് ഉടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് അരക്കപ്പ് റവയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക്. ഇനി ഇതിനാവശ്യത്തിനായ പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനിയിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കിസ്മസും കാഷ്നട്ടും കൂടെ ഉള്ളതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.